നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കാലപ്പഴക്കം കൊണ്ട് കേരളത്തിന് ഭീഷണിയായ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇനിയും കൂട്ടുമെന്ന് സിനിമാ സ്റ്റൈലിൽ തമിഴ്നാട് സർക്കാരിന്റെ ഏകപക്ഷീയ പ്രഖ്യാപനം. തമിഴ്നാടിന്റെ പ്രഖ്യാപനം കേരളത്തെ പേടിപ്പിക്കാനല്ലേ? മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ അനുവദിക്കില്ലെന്ന നിലപാട് കേരളം മറുപടിയായി നൽകിക്കഴിഞ്ഞു. പക്ഷേ ഓരോ മഴക്കാലത്തും കേരളത്തിന്റെ നെഞ്ചിടിപ്പാകുന്ന മുല്ലപ്പെരിയാറിൽ വീണ്ടും ആശങ്ക കൂട്ടുകയാണ് തമിഴ്നാടിന്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനം. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. ഇതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിലെ അടിസ്ഥാന ആശയം. കേരളം പറയുന്നത് സുരക്ഷ ആദ്യം, തമിഴ്നാട് പറയുന്നത് വെള്ളം വേണം. പക്ഷേ കേരളത്തിന്റെ ആശങ്കകൾ അവഗണിച്ച് ജലനിരപ്പ് ഉയർത്തുവാനുള്ള പ്രഖ്യാപനം നടത്തുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? മുല്ലപ്പെരിയാറിൽ ഒരു തുള്ളി വെള്ളം കൂടുമ്പോഴും കേരളത്തിൽ ആശങ്ക കൂടുകയാണ്. അങ്ങനെയിരിക്കെ കേരളത്തിന്റെ സുരക്ഷയ്ക്ക് ഉറപ്പ് നൽകാതെ ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാടിന് എന്താണ് ധൃതി? ഇത് വെള്ളത്തിന്റെ അവകാശ തർക്കം മാത്രമാണോ? കേരളത്തിന്റെ പേടി കൂടി കണക്കിലെടുക്കേണ്ട സമയമല്ലേ? മുല്ലപ്പെരിയാർ, തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. ഈ രണ്ടിനുമിടയിൽ തമിഴ്നാട് വീണ്ടും വെള്ളം ചേർക്കുകയാണ്. വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിൽ നിന്ന് 152 അടി വരെ ആക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കേരളത്തിന് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. അടിയന്തരമായി കേരളത്തിൽ യോഗങ്ങൾ വിളിച്ചു കൂട്ടുകയും ചെയ്തു. ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുവാൻ അനുവദിക്കില്ല എന്നാണ്. അതുമാത്രമല്ല, നിയമ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാടിന്റെ ഏകപക്ഷീയമായ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇതിനെ കേരളം ഏത് രീതിയിൽ നേരിടണം? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. ശ്രീ സേനാപതി വേണു MLA, ഡോക്ടർ ജോ ജോസഫ്, അദ്ദേഹം സുപ്രീം കോടതിയിലെ ഹർജിക്കാരൻ കൂടിയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ, അഡ്വക്കേറ്റ് റസൽ ജോയ്, മുല്ലപ്പെരിയാറിൽ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്നയാൾ കൂടിയാണ് അഡ്വക്കേറ്റ് റസൽ ജോയ്. ശ്രീ സേനാപതി വേണു, എന്ത് ചെയ്യാൻ കഴിയും കേരള സർക്കാരിന് ഈ ഘട്ടത്തിൽ? എന്ത് മറുപടിയാണ് കേരളം തമിഴ്നാടിന് നൽകുന്നത് ഏകപക്ഷീയമായ ഈ പ്രഖ്യാപനത്തിനെതിരെ? ശ്രീ സേനാപതി വേണു, കേട്ടോ? കേൾക്കാമോ ശ്രീ സേനാപതി വേണു? അദ്ദേഹത്തിലേക്ക് വരാം. ഡോക്ടർ ജോ ജോസഫ്, ഇത് തമിഴ്നാട്ടിൽ വൈകാരികമായ ഒരു ഘടകമാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി, ആ വൈകാരികത നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് ഇതെന്നാണോ താങ്കൾ കരുതുന്നത്? അതോ കരുതി കൂട്ടിയുള്ള എന്തെങ്കിലും തന്ത്രം ഇതിന് പിന്നിലുണ്ടോ തമിഴ്നാടിൻ്റെ? ഇതിൻ്റെ അകത്ത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ 2-3 കാര്യങ്ങളുണ്ട്. ഇത് വെറും ഉണ്ടയില്ലാത്തൊരു വെടിയല്ല ഈ വെടി വെച്ചേക്കുന്ന വെടി. ഇതിൽ ഗഹനമായ, വളരെ ശക്തമായ ചില കാര്യങ്ങളുണ്ട്. മുല്ലപ്പെരിയാർ വെള്ളം ചെല്ലുന്ന തമിഴ്നാട് ഭാഗം, അതായത് മധുരൈ, ഡിണ്ടിഗൽ, ശിവഗംഗ, തേനി, ഈ പ്രദേശങ്ങളിൽ വിജയ്ക്ക് വലിയ വിജയമാണ് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കിട്ടിയേക്കുന്നത്. അപ്പം തേനിയിൽ 4 സീറ്റുള്ളതിൽ 2 സീറ്റ് TVK കിട്ടി. മധുരയിൽ 10 ഉള്ളതിൽ 8 സീറ്റ് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ശിവഗംഗയിൽ എല്ലാ സീറ്റും കിട്ടി. അപ്പോൾ അവിടുത്തെ ആൾക്കാരോട് അന്ന് ഇലക്ഷൻ സമയത്ത് നടത്തിയൊരു പ്രോമിസാണ് ഈ മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം ജലനിരപ്പ് കൂട്ടും, അല്ലെങ്കിൽ അവിടെ നിന്ന് കൂടുതൽ വെള്ളം തമിഴ്നാടിന് കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അവരുടെ ഇൻറ്റൻറ്റ് ഉണ്ട് അതിൻ്റെ. തീർച്ചയായിട്ടും അത് ചെയ്തേ പറ്റുള്ളൂ എന്ന വിചാരം തമിഴ്നാട് സർക്കാരിനുണ്ട്. അതാണ് ഒരു കാരണം. രണ്ടാമത്, കേരള സ്റ്റേറ്റും തമിഴ്നാട് സ്റ്റേറ്റുമായിട്ടൊരു കേസ് നടക്കുന്നുണ്ട്. ആ കേസിൽ സുപ്രീം കോടതി വിധിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേബി ഡാം ബലപ്പെടുത്തണം. അപ്പോൾ ബേബി ഡാം ബലപ്പെടുത്തണം എന്നുള്ളതല്ല പറഞ്ഞേക്കുന്നത്, അതിനു മുമ്പിലുള്ള കുറേ മരങ്ങൾ മുറിക്കണം. തമിഴ്നാട് ആപ്ലിക്കേഷൻ കൊടുത്തു. അതുപോലെ തന്നെ അങ്ങോട്ട് റോഡ് നന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ അപേക്ഷ കൊടുത്തു. അത് സുപ്രീം കോടതി അംഗീകരിച്ചു. അപ്പോൾ എന്തിനാണ് ഈ മരം മുറിക്കുന്നത്? മരം മുറിക്കുന്നത് ബേബി ഡാം ബലപ്പെടുത്താനാണ്. അപ്പം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരെന്തിനാണ് ഈ ബേബി ഡാം ബലപ്പെടുത്തുന്നത്? ഈ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ ഹൈറ്റ് 152 അടിയിലേക്ക്, ഇപ്പം 152 അടിയാണ്, 152 അടിയിലേക്ക് കൊണ്ടുപോകണം.
അപ്പം തമിഴ്നാടിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻറ്റൻറ്റ്, അവരുടെ പൊളിറ്റിക്കലായിട്ട് അത് അവർക്ക് ചെയ്തേ പറ്റുള്ളൂ. രണ്ട്, അതിനായിട്ടുള്ള കുറച്ച് സാഹചര്യങ്ങൾ ഉണർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് വൈകാരികമായ ഒരു പ്രഖ്യാപനമല്ല, കാൽക്കുലേറ്റ് ചെയ്തുള്ളത് തന്നെയാണ്. ഭാവിയെ കരുതി തന്നെയാണ് തമിഴ്നാട് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ തടയാൻ പറ്റും കേരളത്തിന് ഇപ്പോൾ? കേരളത്തിന് തടയാൻ പറ്റുന്ന വെച്ചാൽ എൻ്റെ കേസിൽ ഇപ്പോൾ 2 വിധി കിട്ടിയിട്ടുണ്ട്. ആ വിധിയിൽ ഒന്ന് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ കൺട്രോളിലാണ് ഡാം ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ കേസിലെ വിധി അനുസരിച്ച് നമുക്ക് കേരളത്തിന് കിട്ടിയിരിക്കുന്ന ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിലാക്കി. അതാണ്, ആ അതോറിറ്റിയാണ് ഇതിൻ്റെ ഓപ്പറേഷനും മെയിൻ്റനൻസും എല്ലാം ചെയ്യേണ്ടതെന്ന് ആ ഓർഡറിൽ തന്നിട്ടുണ്ട്. ആ വിധിയിലുണ്ടത്. അപ്പം അത് നമ്മൾ നടപ്പാക്കാൻ നോക്കണം. നമ്മുടെ പല എം പിമാരും ശ്രീ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ പിന്നെ അതിനുവേണ്ടിയുള്ള പല കമ്മ്യൂണിക്കേഷനും കേന്ദ്രമായിട്ട് നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പോസിറ്റീവായിട്ട് അതിന് ഒരു മറുപടി കിട്ടുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്, ഞങ്ങളുടെ കേസിൽ പിന്നെ തന്നെ ഒരു കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ നടത്താനായിട്ട് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളിലൊക്കെ ചെറിയ ചെറിയ പരീക്ഷകൾ നടക്കും. ഓണം ആകുമ്പോഴും ക്രിസ്മസ് ആകുമ്പോഴൊക്കെ ചെറിയ ചെറിയ പരീക്ഷകൾ നടക്കും. പക്ഷെ അതുപോലെയല്ല SSLC പരീക്ഷ. SSLC പരീക്ഷ പറഞ്ഞാൽ വളരെ വിപുലമായിട്ട് ആൾക്കാർ കാണുന്ന ഒരു പരീക്ഷ. എന്ന് പറഞ്ഞ പോലെ ഈ മുല്ലപ്പെരിയാർ ഡാമിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഇൻസ്പെക്ഷൻ നടക്കും. എന്നിട്ട് ആ കുഴപ്പമില്ലെന്ന് അവർ പറയും. പക്ഷെ അതുപോലെ ഒരു ഇൻസ്പെക്ഷൻ അല്ല ഇത്. വളരെ വിപുലമായിട്ട് വളരെ ശക്തമായിട്ട് ചെയ്യുന്ന ഒരു ഇൻസ്പെക്ഷനാണ്. അപ്പോൾ കേരളം അതിൻ്റെ അകത്ത് പിന്നെ ഒരു നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാമിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നമ്മൾ ചൂണ്ടിക്കാണിച്ച്, ഈ ഡാമിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പുതിയ ഡാമിലേക്ക് പോകേണ്ടി വരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പിന്നെ ഈ കേസ് ഫൈറ്റ് ചെയ്ത് ഈ അറ്റം വരെ ഞങ്ങൾ കൊണ്ടു ആക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് അതിൻ്റെ താപ്പാടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കേന്ദ്രം ഇത് ഏറ്റെടുക്കാമെന്ന് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ കേന്ദ്രത്തിന് ഇതിൻ്റെ അകത്തൊരു വലിയ റോള് ഇനി വരുന്നുണ്ട്. കേരളത്തിനും ഉണ്ട്, കുറച്ച് റോളുകളുണ്ട്. പക്ഷേ കേന്ദ്രത്തിന് റോള് വരുന്നുണ്ട്. അപ്പം നമ്മുടെ എല്ലാ ആശങ്ക അനുസരിച്ചും പല റിപ്പോർട്ടും പഠനങ്ങളും ഉണ്ട് ഈ ഡാം അൺസേഫാന്ന് പറഞ്ഞിട്ട്. അതനുസരിച്ച് പിന്നെ അങ്ങനെയുള്ള തെളിവുകളും നമ്മൾ കൊടുത്ത് ഡാം അൺസേഫാന്ന് കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും ഒരു പുതിയ ഡാമിലേക്കോ അല്ലെ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ. ശരി, ശ്രീ സേനാപതി വേണു, ഇതിപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയമായിട്ട് വിജയ്ക്ക് നേട്ടമുണ്ടാക്കിയ പ്രദേശങ്ങളാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു പ്രഖ്യാപനം തമിഴ്നാടിന് നടത്തിയേ തീരൂ. അതവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കേരളമാണ് ഇക്കാര്യത്തിൽ ആക്ട് ചെയ്യേണ്ടത്. മാറി മാറി വന്ന കേരള സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. മുൻപ് അത് പലതവണ ചൂണ്ടിക്കാണിച്ചതുമാണ്. സുപ്രീം കോടതി വിധി ആദ്യം തമിഴ്നാടിന് അനുകൂലമായി വന്നതാണ്. പിന്നെ ഇവരെ പോലെയുള്ളവരൊക്കെ സുപ്രീം കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് അനുകൂലമായിട്ട് ഒരു കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ വിഷയം കേരളത്തിന് ഏതാണ്ട് അനുകൂലമായ രീതിയിലേക്ക് അല്ലെങ്കിൽ 50-50 ചാൻസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആക്ട് ചെയ്യേണ്ടത് കേരള സർക്കാരാണ്. എന്ത് പ്രതീക്ഷിക്കാം സർക്കാരിൽ നിന്ന്? തമിഴ്നാടിൻ്റെ പ്രഖ്യാപനം വെറുതെയല്ല, അവർ കാൽക്കുലേറ്റ് ചെയ്തുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ്. ഉണ്ടയില്ല വെടിയല്ല. ഈ രംഗത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ജോ ജോസഫിന്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അല്ല, ജോ ജോസഫിനെ പോലുള്ള ആളുകൾ നടത്തുന്ന പോരാട്ടം അത് ശ്ലാഘനീയമാണ്. അത് അവർക്ക് എല്ലാ പിന്തുണയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കൊടുക്കേണ്ടതാണ്. ഇവിടെ കൗതുകകരമായിട്ടൊരു കാര്യം, തമിഴ്നാട് ഗവൺമെന്റ് അവരുടെ ബജറ്റ് അവതരിപ്പിക്കുമ്പം അവരുടെ ധനകാര്യമന്ത്രി ഇതിൽ പെട്ടെന്ന് തന്നെ 136 നിന്ന് 142 അടി, അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാന യഥാർത്ഥത്തിൽ 152 അടി ഉയർത്തും എന്നുള്ളതായിരുന്നു. അതായത് ഇപ്പം 142 എന്ന പ്രഖ്യാപനത്തിൽ എത്തിയിരിക്കുക. പക്ഷെ അവരുടെ ഉദ്ദേശം 152 അടി തന്നെയാണല്ലോ. 142 എന്നത് അവർക്ക് കിട്ടിയിട്ടുള്ളതാണ്. അത് പക്ഷേ ഈ ഊൾക്കർവൊക്കെ ഉള്ളത് കൊണ്ട് അത്രയും അടിയിലേക്ക് വരുന്നില്ല. പക്ഷേ തമിഴ്നാടിന്റെ ആത്യന്തികമായ ലക്ഷ്യം 152 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തുക എന്നുള്ളതാണല്ലോ. വെള്ളം സംഭരിച്ചു വെക്കുക, ആവശ്യമുള്ള സമയത്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുക. ഇതിനകത്ത് മഞ്ജുഷ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ ജോ ജോസഫ് അത് പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാനല്ലേ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് തമിഴ്നാടിന് ഒരു വർഷം കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 20 to 22 TMC ആണ്. ഈ എത്ര മാത്രം വെള്ളം ഇവിടെ സംഭരിച്ചു കഴിഞ്ഞാലും ഇപ്പം 142 ആണ്, 154 ആയിക്കോട്ടെ, മൊത്തം ഡാമിന്റെ ഉയരം എന്ന് പറയുന്നത് 176 അടിയാണ്. അതിലിപ്പം ഏറ്റവും ആദ്യം 156 അടി വരെ വെള്ളം സൂക്ഷിച്ചിരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. 45 കിലോമീറ്റർ ഉണ്ടായ പ്രളയത്തിന് ശേഷമാണ് പിന്നെ പടിപടിയായിട്ട് കുറച്ചു കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൗതുകരമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതെന്തുകൊണ്ടാണ് അതിലേക്ക് നമ്മുടെ ചർച്ചകൾ എത്താത്തത് എന്നുള്ളതാണ്.
എത്ര മാത്രം വെള്ളം ഇതിന്റെ മുകളിൽ സംഭരിച്ചാലും തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകാൻ കഴിയുന്ന 4 കുഴലുകളേ ഉള്ളൂ. ഈ 4 കുഴലുകൾ കൂടെ ഇനിയിപ്പോൾ 24 മണിക്കൂറും നമ്മൾ 12 മാസവും അല്ലെ 30 ദിവസവും 12 മാസവും തുറന്നു വിട്ടാലും ഈ കുഴൽ ടണലിൽ കൂടി പോകുന്ന വെള്ളം മാത്രമേ തമിഴ്നാട്ടിൽ എത്താനായിട്ട് കഴിയുള്ളൂ. അല്ല, അത് തമിഴ്നാടിന്റെ ഒരു തന്ത്രമാണല്ലോ ശ്രീ സേനാപതി വേണു MLA. കാരണം എത്ര അടി ജലം സംഭരിച്ചാലും വെള്ളം സംഭരിച്ചാലും ഡാമിന് കുഴപ്പമില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള തമിഴ്നാടിന്റെ തന്ത്രമാണല്ലോ അത്. പരമാവധി സംഭരണ ശേഷി നിലനിർത്തുക എന്നുള്ളത്. അല്ല, അത് ഞാൻ പറഞ്ഞത് അത് തമിഴ്നാടിന്റെ ഒരു തന്ത്രമാണ്. എന്ത് തന്ത്രം തമിഴ്നാട് പ്രയോഗിച്ചു കഴിഞ്ഞാലും ഈ 4 ടണലിൽ കൂടി 6300 ഫീറ്റ് നീളമില്ല, അല്ലെ 6 കിലോമീറ്റർ 300 മീറ്റർ നീളമുള്ള ഈ 4 കുഴലിൽ കൂടി അവർ എത്രമാത്രം വെള്ളം കൊണ്ടു, കാരണം മനുഷ്യനിർമ്മിതമായ കുഴലാണ്, അതിനപ്പുറത്തേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. അപ്പൊ പിന്നെ എന്താവശ്യത്തിന് വേണ്ടിയാണ് ഈ 142 അടിയിലേക്ക് സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നത്? അങ്ങനെ സംഭരണശേഷി വർദ്ധിപ്പിച്ചാൽ നമ്മൾ ചിലപ്പോൾ വർഷകാലത്തൊക്കെ ചില ചർച്ചകൾ നടത്തുമ്പോൾ തമിഴ്നാട് പരമാവധി ജലം കൊണ്ടുപോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എങ്ങനെ പരമാവധി കൊണ്ടുപോയാലും ഈ 4 കുഴലിൽ കൂടി പോകുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് മണിക്കൂറിൽ ഏതാണ്ട് 1200 ഖനയടി വെള്ളത്തിനപ്പുറത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം മറ്റൊരു സോഴ്സ് ഈ 4 കുഴലേ ഉള്ളൂ. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്രയും വെള്ളം ഇവിടെ നിറച്ചിടണമെന്ന് തമിഴ്നാട് വാശി പിടിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് അത് ഞാൻ ശ്രീ ജോസഫിനെ ചർച്ചയ്ക്ക് വിടുകയാണ്. ഇങ്ങനെ ഒരു വിഷയം ഇന്നോളം ചർച്ചയ്ക്ക് വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം ഇവിടെ വെള്ളം നിറച്ചിടണം 142 അല്ലെ 146 152 എത്രയും ആയിക്കൊള്ളട്ടെ. ഞാൻ ചോദിക്കുന്നത് തമിഴ്നാടിന് ഏത് ഘട്ടത്തിലാണെങ്കിലും വെള്ളം കൊണ്ടുപോകാൻ കഴിയുന്നത് 4 ടണലുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മാർഗവുമില്ല. അത് മാത്രമല്ല, താങ്കൾ പറയുന്ന ഈ അതിനകത്തൊരു പോയിന്റ് ഉണ്ട്. കാരണം ഈ വലിയ മഴ പെയ്യുന്ന സമയത്ത് എരച്ചിൽ പാലത്തിൽ കൂടി വെള്ളം കുത്തി ഒഴുകി തമിഴ്നാട്ടിലേക്കുള്ള റോഡ് അത് കുത്തി ഒലിച്ചു പോകുന്നതൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ തമിഴ്നാടിന്റെ ഈ ടണലിന് വെളിയിലുള്ള, കാരണം ടണലിൽ കൂടെ കൊണ്ടുപോകാൻ അളവ് ഇല്ലെങ്കിൽ കുഴലിൽ കൂടെ പോകുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് അതിന്റെ പരമാവധി വെച്ച് കഴിഞ്ഞാലും ഒഴുക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ അതിന്റെ 4, 5, 10 ഇരട്ടിയാണ്. അപ്പോൾ ഓവർഫ്ലോ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തേക്ക് ഉണ്ടാകും എന്നുള്ള. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും തമിഴ്നാട് ഈ 136 അത് കുറച്ചുകൂടി താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മോർ സേഫ് ആണ്. കാരണം ഈ ഡാമിന്റെ കാലപ്പഴക്കം 130 കൊല്ലം പഴക്കമായിരിക്കുന്ന ഈ ഡാമിനകത്ത് ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് കേരളത്തെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം തമിഴ്നാടിന് ആവശ്യമായ വെള്ളം അവർക്ക് ഒരു വർഷം കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി വെള്ളം ഞാൻ സൂചിപ്പിച്ചു 20 to 22 TMC വെള്ളമാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് സംഭരിച്ചു വെക്കാൻ ഇപ്പൊ പുതിയ ചില ഡാമുകൾ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ കാലാവസ്ഥ സ്ഥിതിയല്ല തമിഴ്നാട്ടിൽ. കേരളത്തിൽ ഇപ്പോൾ പെയ്യുന്ന പോലെ വർഷവും അതോടൊപ്പം തന്നെ കാലം തെറ്റിയുള്ള മഴയൊക്കെ പല പ്രദേശങ്ങളിലും കേരളത്തിനൊപ്പം തന്നെ മഴ തമിഴ്നാട്ടിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ട് മാത്രം കൃഷി നടത്തിക്കൊണ്ടിരുന്ന ഈ ദിണ്ടിഗല്, ശിവഗംഗ, തേനി ഉൾപ്പെടെയുള്ള ഈ 5 ജില്ലകൾ ഇപ്പോൾ അവർക്ക് ചില ഘട്ടങ്ങളിൽ നമുക്കിവിടെ ലഭിക്കുന്നത് പോലെ തന്നെ മഴ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ വെള്ളം ഈ മലയുടെ മുകളിൽ ഈ ജലബോംബ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം എന്നുള്ളത്, അതിന്റെ ആവശ്യം എന്താണ്? അതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണല്ലോ, തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയ്, ഈ വിഷയം വൈകാരികമായിട്ട് ഇത് കത്തിച്ചു വിടുക എന്നുള്ളതാണല്ലോ തമിഴ്നാട്ടിൽ എല്ലാ കാലഘട്ടത്തിലും. ഗവൺമെന്റിന് എതിരെയുള്ള എന്തെങ്കിലും വിധിയെഴുത്തുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് ആളുകളെ യോജിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഏറ്റവും വൈകാരികമായ ഒരു ഇഷ്യൂ ആണ് മുല്ലപ്പെരിയാർ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം മുല്ലപ്പെരിയാർ ഡാം കേരളം അത് പൊളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കേരളം പുതിയ ഡാം കെട്ടാൻ പോകുന്നു, അങ്ങനെ നമുക്ക് വെള്ളം തരില്ല എന്ന വൈകാരികമായ ഈ ഇഷ്യൂ എല്ലാ കാലഘട്ടത്തിലും അവർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ TVKയെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയതായിട്ട് അധികാരത്തിൽ വന്ന് 2 കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലേക്ക് ചെയ്തിരിക്കുന്നു. മഞ്ജുഷെ, ഒന്ന്, കേരളത്തിലേക്ക് എത്തുന്ന നിർമ്മാണ സാമഗ്രികൾ മുഴുവൻ തടഞ്ഞിരിക്കുകയാണ്. മണല്, മെറ്റല്, കല്ല്, ഇതെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇത് എക്സസ് ആയിട്ടുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ രണ്ടാമതായിട്ട് വീണ്ടും ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഈ പ്രഖ്യാപനത്തിലൂടെ ഇത് കേരളത്തിന് വലിയ ആശങ്കയാണ്. ജോസഫ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്, ഇത് വലിയ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഈ ഡാമിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചൊക്കെ നമുക്ക് വലിയ ഉത്കണ്ഠ. സുർക്കിയുടെ അളവ് എത്രമാത്രമാണ് പുറത്തേക്ക് പോകുന്നത്, ചോർച്ച വല്ലാതെ വർദ്ധിക്കുന്നു. ഈ ഗ്രാവിറ്റി ഡാമാണ് 130 വർഷം തന്നെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 999 വർഷത്തെ കരാർ എന്ന് പറയുന്നത് ആ കരാർ തന്നെ അത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് പോലും എന്ന് പറഞ്ഞ ഈ വർഷം 99 ആണോ 999 ആണോ എന്നുള്ളത് പോലും ഇപ്പോൾ തർക്കത്തിൽ നിൽക്കുക.
നിലനിൽക്കുകയാണ്. പക്ഷേ ഈ തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ഉത്കണ്ഠാകുലമായി ആശങ്കാകുലമായി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയും എന്താ പറയുക, ജലാശയങ്ങളെല്ലാം നിറഞ്ഞു കിടക്കുന്നു, തോടുകളെല്ലാം നിറഞ്ഞു കിടക്കുന്നു. ഈ ഘട്ടത്തിൽ ഇനി മുല്ലപ്പെരിയാറിലെ ജലം ഞങ്ങൾ 136 നിന്ന് 142 ഉയർത്താൻ പോകുന്നു എന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം. പക്ഷെ ആ ഒരു പ്രഖ്യാപനത്തെ ഒരു കാരണവശാലും കേരളം അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ജലവിഭവ മന്ത്രി മോൻസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തതും. അഡ്വക്കേറ്റ് റസൽ ജോയ്, സംസ്ഥാന സർക്കാർ ആക്ട് ചെയ്യുന്നുണ്ട് എന്നിപ്പോൾ വരുത്തുന്നുണ്ട്. അങ്ങനെയാണ് ജലവിഭവ മന്ത്രി പെട്ടെന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തത്. പക്ഷേ കേരള സർക്കാർ എത്രമാത്രം ഇടപെടാൻ കഴിയും ഈ ഘട്ടത്തിൽ? കഴിഞ്ഞ സർക്കാരിൻ്റെ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിലെ ഇടപെടലിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഓരോ സർക്കാർ മാറി വരുമ്പോഴും മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കുമെന്ന് പറയുന്നതല്ലാതെ ഈ വിഷയത്തിൽ തമിഴ്നാടിൻ്റെ മേധാവിത്വം അവസാനിപ്പിക്കുവാൻ കഴിയുന്നില്ല. ഇവിടെയും അതുതന്നെ പ്രകടമാണല്ലോ. കേരളത്തിൽ ആശങ്കയായി കഴിഞ്ഞു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കൂട്ടാൻ പോവുകയാണ് എന്നുള്ള തമിഴ്നാടിൻ്റെ പ്രഖ്യാപനത്തിൽ. മഞ്ജുഷ, ശ്രീ ജോ ജോസഫ് സാറും ബഹുമാനപ്പെട്ട MLAയും പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും പുതിയ ഒരു സുപ്രീം കോടതി വേർഡിക്റ്റിനെ കുറിച്ച് അറിയില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ 2025 ഒക്ടോബർ മാസം 13 ഞാൻ കൊടുത്ത കേസിൽ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു, ഒരു ഡയറക്ഷൻ പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഇനിയൊരു ഹോളിസ്റ്റിക് എക്സാമിനേഷൻ വേണ്ട, ഇനിയൊരു ഡാം സേഫ്റ്റി എവാലുവേഷൻ വേണ്ട, അതിനൊന്നും സമയമില്ല. കാരണം ഡാമിനിപ്പോൾ 130 വർഷം പഴക്കമായി. പഴക്കത്തിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു ഡാം, പിന്നെ ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖലയിൽ ഞാൻ കേരള സർക്കാരിൻ്റെ ഒരു രേഖ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ രേഖയിൽ പറയുന്നത് 240ഓളം ഭൂകമ്പങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലേറ്റവും മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ളത് 4.1 ആണ് റിക്ടർ സ്കെയിലിൽ ഉള്ളത്. ആ 4.1 മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിസിനിറ്റിയിലാണെങ്കിൽ എപ്പോൾ അത് തകർന്നെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ കോടതി അവസാനമായിട്ട് പറഞ്ഞത് ഈ ഡാം പൊളിച്ചു കളയാതിരിക്കാൻ കാരണം ഉണ്ട് എങ്കിൽ തമിഴ്നാടിന് വന്ന് പറയാം എന്നുള്ളതാണ്. പൊളിച്ചു കളയണം എന്നുള്ള അവിടെ വരെ സേഫ്റ്റി അതോറിറ്റിയുടെ അധീനതയിലേക്ക് ഡാം വന്നിരിക്കുകയാണല്ലോ. അവരാണല്ലോ ഈ വിദഗ്ധ സമിതിയെ വെച്ച്, 5 അംഗ വിദഗ്ധ സമിതിയെ വെച്ച് പരിശോധന നടത്താൻ പോകുന്നത്. അതിൻ്റെ ആവശ്യം ഇനി ഇല്ല എന്നുള്ളതാണോ താങ്കൾ പറയുന്നത്? അതാണല്ലോ ഡോക്ടർ ജോ ജോസഫിന് കിട്ടിയിരിക്കുന്ന അനുകൂല വിധി. ഇന്ന് ജലവിഭവ മന്ത്രിയും ഇതേ കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. തീർച്ചയായിട്ടും അതാണ് പറയുന്നത്. 130 വർഷം പഴക്കമുള്ള ഒരു ഡാമിൽ ഇനി എന്ത് എക്സാമിനേഷൻ? അതിന് സമയമുണ്ട്. അതൊരു എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയയിലുള്ള ഒരു ഡാം. ഇനി എന്ത് എക്സാമിനേഷൻ ഇവിടെ സമയമുള്ളത്? ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം 40 വർഷം കഴിഞ്ഞാൽ ഡീകമ്മീഷൻ ചെയ്യത്തില്ലേ? അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷനാണ് ജനങ്ങളുടെ ജീവൻ വെച്ചിട്ട് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാതിരിക്കുവാനുള്ള കാരണം കാണിക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ കാരണം സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ടോ കേരളം? പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒക്ടോബർ മാസം 13 വന്ന വിധി കേരള സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, തമിഴ്നാട് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ കേരളം നാളിതുവരെ ഒരു സപ്പോർട്ടിംഗ് അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടില്ല. ഈ ചാനലിനെ കേൾക്കുന്ന, ന്യൂസ് 18 ചാനലിനെ കേൾക്കുന്ന ലോക മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ജലസേചന മന്ത്രിക്കും നിങ്ങൾ മെയിൽ അയക്കണം. ഈ കേസിൽ സപ്പോർട്ടിംഗ് അഫിഡവിറ്റ് കേരളം ഉടനെ തന്നെ ഫയൽ ചെയ്യണം. ഇതിന് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇപ്പം തന്നെ പീച്ചിയിലൊരു ഭൂകമ്പം ഉണ്ടായി. നമുക്ക് എത്രമാത്രം സൂചനകൾ കിട്ടി. മുണ്ടക്കൈ ചൂരൽമല കഴിഞ്ഞതിന് ശേഷം വയനാട് കണ്ണാടിയിൽ ദുരന്തം ഉണ്ടായതൊക്കെ നമ്മൾ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കേരളം മൊത്തത്തിൽ ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് സിസ്മോളജിസ്റ്റുകൾ ഡിക്ലെയർ ചെയ്ത ഈ അവസ്ഥയിൽ ഇനി നമുക്ക് ചർച്ച, ഇനിയൊരു എക്സാമിനേഷൻ, ഇനിയൊരു ഡാം സേഫ്റ്റി ഇവാലുവേഷൻ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സമയമുണ്ടോ?
പിന്നെ ഇത് ഈ ഡാമെങ്ങാനും തകർന്നു പോയി കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ 1 ലക്ഷത്തോളം ഫാക്ടറീസ് ഉണ്ട്. കേരള സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന രീതിയിലാണല്ലോ ഇന്ന് ശ്രീ മോൻസ് ജോസഫിന്റെ പ്രതികരണം വന്നത്. അദ്ദേഹം ഊന്നി പറയുന്നത് ഇത് തന്നെയാണ്. ഈ പറയുന്ന ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പരിശോധന നടക്കാൻ പോവുകയാണല്ലോ, അതിലേക്ക് ഒരു അംഗത്തെ കേരളം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ലായിരുന്നുവല്ലോ കേരളത്തിൽ നിന്നുള്ള അംഗത്തെ, ആ അംഗത്തെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡീൻ കുര്യാക്കോസ് എംപിയും ഇതേ കാര്യം പറയുകയുണ്ടായി. പക്ഷേ താങ്കൾ കൂടുതൽ വ്യക്തതയോടെ പറയുകയാണ്, ഇത് ഡീകമ്മീഷൻ ചെയ്യാതിരിക്കുവാനുള്ള കാരണം സുപ്രീം കോടതിയെ കേരളം അറിയിക്കണം. അതായത് ഈ ഡാമിന് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഇപ്പോഴില്ല, ഡീകമ്മീഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് കേരളം കാര്യകാരണ സഹിതം വിശദീകരിക്കണമെന്നാണല്ലോ. അത് കേരളം ഇതുവരെ നൽകിയിട്ടില്ല അല്ലേ? അതല്ലേ അതിൻ്റെ രക്തചുരുക്കം? എക്സാക്ട്ലി അത് തന്നെയാണ്, അതാണ് അതിന്റെ രക്തം ചുരുക്കം. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടായിരുന്നു 2 ആഴ്ച മുമ്പ്. മുഖ്യമന്ത്രിയെ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഒരു അനുകൂല നിലപാട് എടുക്കും എന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രീ ജലസേചന വകുപ്പ് മന്ത്രിയെയും ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹത്തെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെയും കാണുന്നുണ്ട്, വിവരങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടിലെ കർഷക നേതാക്കളും അവിടുത്തെ പൗരപ്രമുഖരും എല്ലാം ശ്രീ ജോസഫ് വിജയുടെ അടുത്തൊരു അപ്പോയിൻമെന്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെയും കാണുന്നുണ്ട്. ഈ 2 സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രധാനമന്ത്രിയെ കാണാൻ എന്ന് വിചാരിച്ചാൽ ഞാനിരിക്കണം. ഇനി നമുക്ക് സമയമൊന്നുമില്ല ഇത് ആലോചിച്ചിരിക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും സമയമില്ല. ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും ഒരു മൈനർ ട്രമർ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിസിനിറ്റിയിൽ ഉണ്ടായാൽ പിന്നെ നമുക്ക് ചർച്ച തുടരേണ്ടി വരില്ല. അത്രമാത്രം എല്ലാ പഠന റിപ്പോർട്ടുകളും അതല്ലേ പറയുന്നത്. ഇപ്പം തന്നെ ഈ ROV സ്റ്റഡി നടത്തിയായിരുന്നു മുല്ലപ്പെരിയാർ ഡാമിൽ. ROV സ്റ്റഡി നടത്തിയപ്പോൾ ഒരു പെൻഡുലം ഉപയോഗിച്ച് ഈ ഡാമിൻ്റെ ചരിവ് കണക്കാക്കിയായിരുന്നു. അപ്പോൾ 20 ഡിഗ്രി ഡാം ചരിഞ്ഞിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടും അന്നത്തെ 80s ഈ പറഞ്ഞ എംബോർഡ് കമ്മിറ്റിയും അതിൻ്റെ തെളിവെടുപ്പും പരിശോധനയെല്ലാം നടന്നത്. അന്ന് ഈ 20 ഡിഗ്രി ചരിവുണ്ടെന്ന് കണ്ടെത്തിയിട്ടും ഈ വിവരം സുപ്രീം കോടതി അവരെ അറിയിച്ചിട്ടില്ല. അപ്പോ ഞാൻ ആ എംബോർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ മാനിപ്പുലേഷൻസ്, പിന്നെ ഫേക്ക് റിപ്പോർട്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും, അതൊരു അൺസയന്റിഫിക് റിപ്പോർട്ടാണെന്ന് കാണിക്കാനുള്ള സകല രേഖകളും വിത്ത് എവിഡൻസ് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ എംബോർഡ് കമ്മിറ്റിയുടെ ഈ ഹോളിസ്റ്റിക് എക്സാമിനേഷന്റെ സംഘത്തിലുണ്ടായിരുന്ന ശ്രീ ജോർജ് ഡാനിയൽ എന്ന് പറയുന്ന എഞ്ചിനീയറുടെ അഫിഡവിറ്റ് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. സകല തെളിവുകളോടും കൂടിയാണ്, സകല എവിഡൻസോടും കൂടിയാണ് ഞാൻ തമിഴ്നാടിനോടും ഇത് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ക്ഷുദ്രജീവികളോടും ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എല്ലാ എവിഡൻസോടും കൂടിയാണ്. കേരളം തങ്ങളുടെ എല്ലാ സത്യവാങ്മൂലങ്ങളിലും എപ്പോഴൊക്കെ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടോ അപ്പോഴെല്ലാം കേരളം പറയുന്നത് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, പുതിയ ഡാം ആകാം എന്നുള്ള കാര്യമാണല്ലോ. അപ്പോൾ കേരളത്തിന്റെ പ്രത്യേകമായ ഒരു നിലപാടായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ ശ്രീ റസൽ ജോയി. അത് അങ്ങനെയല്ല മഞ്ജുഷ. കോടതിയിൽ ഒരു കേസ് വരുമ്പോ കേരളത്തിന് പറയാനുള്ളത് പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല അല്ലേ? കേരളമല്ലേ ശരിക്കും പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് കേരളമാണ്. അത് എത്ര മാസമായി? കഴിഞ്ഞ ഒക്ടോബറിൽ വന്ന വിധിയല്ലേ? 8 മാസം കഴിഞ്ഞിട്ടും കേരള സർക്കാർ അനങ്ങിയിട്ടില്ല. ഡോക്ടർ ജോ ജോസഫ് ഇങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടോ കേരള സർക്കാരിന്റെ ഭാഗത്ത്? വേറൊരു കാര്യം, ഇപ്പൊ ഉടുമ്പൻചോല പറഞ്ഞോളൂ, താങ്കൾ പൂർത്തിയായിക്കോളൂ. ഉടുമ്പൻചോല MLA ഇപ്പൊ ഈ വേദിയിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദ്യം കേട്ടില്ല. അല്ല, റസൽ ജോയ് പറയട്ടെ. ശ്രീ സേനാപതി വേണുവിനോട് അദ്ദേഹത്തിന് എന്തോ പറയുവാനുണ്ട്. ശരി, പറഞ്ഞോളൂ റസൽ. അതായത് ഇപ്പോ പെട്ടെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്തു, 142 നിന്ന് 152 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തുമെന്ന്. എത്രയോ നാളുകളായി ഉടുമ്പൻചോല ഞങ്ങൾക്ക് വേണം, പീരുമേട് ഞങ്ങൾക്ക് വേണം, ദേവികുളം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ സമ്മർദ്ദത്തിലാക്കിയിട്ട്, കേരളത്തിലെ ജനങ്ങളെയും കേരള സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കിയിട്ട് ഇത് അടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇടുക്കി ജില്ല തന്നെ കൊണ്ടുപോകാനുള്ള അടിസ്ഥാനത്തിലാണ് ബുദ്ധിമാനായ വിജയ് കരുക്കൾ നീക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അല്ലാതെ ഇപ്പൊ 142 ബഹുമാനപ്പെട്ട MLA പറഞ്ഞു. ഇപ്പൊ അവിടെയും മഴയുണ്ട്, പ്രളയമുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ 142 നിന്ന് 152 ജലനിരപ്പ് ഉയർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സമരം നടത്തി മുല്ലപ്പെരിയാർ ഡാമിന്റെ മഴയില്ല എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം ഗിമ്മിക്കാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം.
ഈ നാട്ടിലെ ഭരണകൂടവും മനസ്സിലാവണം ഇതെല്ലാം ഗിമ്മിക്കാണെന്ന്. അവർക്ക് ഏത് വിധേനയും കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിലെ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ട് പീരുമേടും ദേവികുളവും ഉടുമ്പൻചോലയും വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിന് പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ. ഇത് ഈ ഒരു കളി മനസ്സിലാക്കാനായിട്ട് അധികം ബുദ്ധിയൊന്നും വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ഡോക്ടർ ജോ ജോസഫ്, കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വീഴ്ച വന്നോ? സത്യവാങ്മൂലം നൽകാതിരിക്കുന്നുണ്ടോ കേരളം? ഡീകമ്മീഷൻ ചെയ്യാതിരിക്കാൻ എന്താണ് കാരണം എന്ന് അറിയിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അത് ശ്രീ റസൽ ജോയുടെ ഹർജിയിലാണ്. താങ്കളുടെ ഹർജിയിലാകട്ടെ അനുകൂല വിധി വന്നിരുന്നു. അത് ഈ വിദഗ്ധ സമിതിയുടെ പരിശോധന ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കട്ടെ എന്നായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തുള്ള ഒരു വിധി അഡ്വക്കേറ്റ് റസൽ ജോയ് സമ്പാദിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കേരള സർക്കാരിന് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഡോക്ടർ ജോ ജോസഫ്? ഞാൻ ആദ്യം ശ്രീ സേനാപതി വേണു പറഞ്ഞതിലേക്കൊന്ന് പോട്ടെ. പിന്നെ അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ 152 അടിയിലേക്ക് തമിഴ്നാട് ഈ വെള്ളം പൊക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഈ വെള്ളം പോകുന്നത് വൈഗൈ ഡാമിലേക്കാണ്. അപ്പോൾ വൈഗൈ ഡാം എന്ന് പറഞ്ഞാൽ വലിയ ഡാമല്ല, അതൊരു 6 TMC വരെ ഉൾക്കൊള്ളാവുന്നൊരു ഡാമാണ്, ചെറിയ ഡാം. അപ്പോൾ വൈഗൈ ഡാമിലേക്ക് മുല്ലപ്പെരിയാർ എന്നുള്ള വെള്ളം മാത്രമല്ല വരുന്നത്, തേണിയാർ, മിണിയാർ, അങ്ങനെ വേറെ ചില നദികളിൽ നിന്നുമുള്ള വെള്ളം വൈഗൈ ഡാമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വരുന്ന ഏകദേശം ഒരു 3 TMC വെള്ളമേ വൈഗൈ ഡാമിന് ഇനീഷ്യലി ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. പക്ഷേ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട് എടുക്കുന്ന ഏകദേശം 22 TMC വെള്ളം, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, 22 TMC വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 22 TMC വെള്ളം അവിടെ കൊണ്ടുപോയി ഈ 6 TMC ഡാം കപ്പാസിറ്റിയുള്ള ഡാമിൽ എങ്ങനെ സ്റ്റോർ ചെയ്യും? അത് സ്റ്റോർ ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ വൈഗൈ ഡാമിൽ നിന്ന് വെള്ളം തുറന്ന് താഴേക്ക് വിടേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ തമിഴ്നാടിനുള്ളത്. അപ്പോൾ ആ എക്സ്ട്രാ ഈ വെള്ളം മുല്ലപ്പെരിയാറിൽ തന്നെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈഗയുടെ ഈ കുറവ് കപ്പാസിറ്റി ഹാൻഡിൽ ചെയ്യാം. അതുകൊണ്ടാണ് തമിഴ്നാട് ഒരു റീസൺ ഇത് 152 അടിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ റൂൾ കർവ് വന്നോടെ ഇവർക്ക് ഈ 142 അടി പോലും വെള്ളം പിടിക്കാൻ പറ്റാതെ വന്നു. അതുകൊണ്ടാണ് അവർ 152 അടിയിലേക്ക് ഇത് പിന്നെ റിസ്ക് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഡാം സുരക്ഷിതമാണ് എന്നുള്ള കാര്യം അവർക്ക് തെളിയിക്കണമല്ലോ അല്ലേ? കാരണം എത്ര പരമാവധി വെള്ളം സംഭരിച്ചാലും ഡാമിനൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം തെളിയിക്കുവാനുള്ള ഒരു തന്ത്രപരമായ നീക്കം കൂടി അതിന് പിന്നിലില്ലേ? അതുകൊണ്ട് അതാണ് ഈ 152 അടിയിലേക്ക് കൊണ്ടുപോകാനുള്ള വൈഗൈ ഡാമിൻ്റെ കപ്പാസിറ്റി കുറവ്. രണ്ടാമത് പിന്നെ ശ്രീ റസൽ ജോയുടെ കേസിൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഉത്തരവ് എനിക്ക് തരുവാണെങ്കിൽ, അല്ലെങ്കിൽ മഞ്ജുഷിൻ്റെ ഉണ്ടെങ്കിൽ അതെനിക്ക് തരുവാണെങ്കിൽ ഞാൻ അതിൻ്റെ അകത്തൊരു പിന്നെ ഉത്തരം പറയാം. അതൊരു 10 മാസം മുമ്പ് വന്നതാണ്. അത് നോട്ടീസ് അയക്കുകയല്ലേ റസൽ ചെയ്തത്? സംസ്ഥാന സർക്കാരിന് 2 സർക്കാരുകൾക്കും നോട്ടീസ് അയക്കുകയല്ലേ ചെയ്തത്? അതിനുള്ള മറുപടിയല്ലേ താങ്കൾ പറയുന്നത് ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന്? അതൊരു ഇന്റർലൊക്കേറ്ററി ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആ നോട്ടീസാണ്. ഡീകമ്മീഷൻ ചെയ്യാതിരിക്കാൻ എന്താണ് കാരണം? അതാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. ശരി, ഡോക്ടർ ജോസഫ്, പക്ഷെ താങ്കളുടെ ഹർജിയിൽ താങ്കൾക്ക് അനുകൂലമായി കിട്ടിയ വിധി അത് സംസ്ഥാന സർക്കാരിന് അനുകൂലമാണല്ലോ. അത് പക്ഷേ ഈ പരിശോധന വേണമെന്നാണല്ലോ. പക്ഷേ റസൽ പറയുന്നത് ഈ പരിശോധന നടത്താനൊന്നും ഇപ്പോൾ അതിനുള്ള സമയമില്ല എന്നുള്ള കാര്യമാണ്. പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട് വന്ന് പിന്നെ അതിന്മേലുള്ള നടപടികളൊക്കെ വന്ന് കോടതിയെ അറിയിച്ച് കോടതിയിൽ നിന്ന് ഉത്തരവ് വരുമ്പോൾ അത് ഇനിയും വൈകും. അതാണ് റസൽ ജോയ് പറയുന്നത്. ശ്രീ ജോ ജോസഫ്, താങ്കളുടെ ഹർജിയിൽ അനുകൂലമായി വന്നിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിന് പ്രയോജനകരമാണെന്ന് താങ്കൾക്ക് എങ്ങനെ സമർത്ഥിക്കാൻ പറ്റും? അത് അഡ്വക്കേറ്റ് റസൽ ജോയ് പിന്നെ പറയുന്നത് തെറ്റാന്ന് ഞാൻ പറയില്ല. കാര്യം ഏത് സമയവും അവിടെ അപകടം സംഭവിക്കാം. പക്ഷേ ഒരു പരിശോധനയും ഇല്ലാതെ ഈ ഡാം കുഴപ്പമാണെന്ന് പറഞ്ഞ് ഇത് ഡീകമ്മീഷൻ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് സുപ്രീം കോടതിയും ചെയ്യില്ല, അത് തമിഴ്നാട് സമ്മതിക്കത്തുമില്ല. അത് ഒരു ലീഗലി പോസിബിളാണെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ പറയുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ 130 വർഷം ഇതിന് പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം പിന്നെ അമേരിക്കയിലെ ഒരു ഏറ്റവും വലിയ ഡാമാണ് ഹൂവർ ഡാം. ഹൂവർ ഡാം 1933 പണിതാണ്. അപ്പം അതിന് ഏകദേശം 100 വർഷത്തോളമായി. സ്പെയിനിൽ 2000 വർഷം പഴക്കമുള്ള ഡാമുണ്ട്. കർണാടകത്തിൽ പിന്നെ മോട്ടിത്തലാബ് എന്ന് പറഞ്ഞൊരു ഡാമുണ്ട്, അതിന് 800 വർഷം പഴക്കമുണ്ട്.
ഇന്ത്യയിൽ തന്നെ 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള 230-240 ഡാമുണ്ട്. അപ്പോൾ വർഷം പഴക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡാം പൊളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങനെ പൊളിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്, പരിശോധനയൊന്നും പിടിക്കാൻ പറ്റുകയല്ലെന്നെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ അത് പ്രായോഗികമായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പരിശോധന വൈകുന്നത് എന്തുകൊണ്ടാണ്? ഈ വർഷം അവസാനത്തോടുകൂടി തീർക്കണം എന്നുള്ളതാണ് അല്ലേ? പരിശോധന വൈകാനായിട്ടുള്ള കാരണം പിന്നെ എനിക്ക് വിധി കിട്ടിയ 2022-ലാണ്. അപ്പം പിന്നെ ആ വിധി നടപ്പാക്കാനായിട്ട് ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തു. പക്ഷേ ഈ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർ 5 സീനിയർ ലോയർമാരെ അവിടെ കൊണ്ടുപോയി സുപ്രീം കോടതി നിർത്തിയേക്കുക. അപ്പോൾ 5 സീനിയർ ലോയർമാർ അവിടെ ഉള്ള അവർ പല തന്ത്രങ്ങളും വെച്ച് ഇത് പയ്യെ മാറ്റിക്കൊണ്ടുപോകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രൈവറ്റ് ഇൻഡിവിജ്വലാണ്. എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പരിമിതികളുണ്ട്, അല്ലാത്ത പരിമിതികളും എനിക്കുണ്ട്, ഓപ്പറേഷണലായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ ആ വിധി നടപ്പാക്കി എടുക്കാനായിട്ട് ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വന്നു. കാര്യം അതിനുള്ള ഈ ബലമില്ല. നമ്മൾ പറയുന്നതൊക്കെ ശരിയാണ്, നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്, അത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ശക്തി വേണ്ട വന്നു. അതുകൊണ്ടാണ് ആ ശക്തി ഇല്ല എന്ന് പറയുന്നത് എന്താണ്? സർക്കാരിന്റെ സഹായമാണോ? സർക്കാരിന്റെ വേണ്ടത്ര സഹായം, വേണ്ടത്ര സമയം ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണോ? സർക്കാരിൻ്റെ സഹായം കിട്ടിയിട്ടില്ലെന്നൊന്നും ഞാൻ പറയുകയല്ല. പക്ഷേ നമുക്ക് കുറെ കൂടെ ശക്തമായിട്ടൊരു സപ്പോർട്ട് കിട്ടിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊരു 2-3 വർഷം മുമ്പേ നടന്നു പോകുമായിരുന്നു. സർക്കാർ സഹായിച്ചിട്ടില്ല എന്ന് ഞാൻ പറയല്ല, പല രീതിയിലും സഹായിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് റസൽ ജോയ്, താങ്കൾക്കും ഇതേ അനുഭവമാണോ? തമിഴ്നാട് ശക്തമായി നിയമ പോരാട്ടം നടത്തുന്നു, പക്ഷേ മാറി വരുന്ന കേരള സർക്കാർ അത് പക്ഷേ ആ രീതിയിലുള്ള സഹായം തരുന്നില്ല എന്നുണ്ടോ? പക്ഷേ രാഷ്ട്രീയമായി കേരളത്തിലും മുല്ലപ്പെരിയാർ വിഷയം എപ്പോഴും ഉയർന്നു വരുന്നതാണ്. അല്ല, ആ അവസ്ഥ മാറി. ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇനി എക്സാമിനേഷനും ഒന്നും ഡാമിനെ കുറിച്ച് വേണ്ട. കാരണം നാളിതുവരെയുള്ള എക്സാമിനേഷൻസ് എല്ലാം ഫേക്കാണ്, അൺസയന്റിഫിക് ആണ്, മാനിപ്പുലേറ്റഡ് ആണെന്നുള്ളതിന്റെ സകല തെളിവും ഞാൻ സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. PMF ഫിക്സേഷന് കണക്കിലെടുക്കേണ്ടത് അമേരിക്കയിലാണെങ്കിൽ 10,000 വർഷത്തെ അവൈലബിൾ ഫ്ലഡ് ഡാറ്റ എടുക്കുന്നത്, യൂറോപ്പിലൊക്കെ ആണെങ്കിൽ 1000 വർഷത്തെ. നമ്മുടെ ഇന്ത്യയിൽ ഒരു 100 വർഷത്തെയെങ്കിലും, 1000 വേണ്ട 10,000 വേണ്ട, ഒരു 100 വർഷത്തെയെങ്കിലും ഫ്ലഡ് ഡാറ്റ എടുത്താൽ ഏറ്റവും വലിയ പ്രളയം നടന്നത് 1924 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 1924 നടന്ന ഫ്ലഡാണ്. ആ ഫ്ലഡ് ഡാറ്റ എടുത്തിട്ട് PMF ഫിക്സ് ചെയ്താൽ, PMF എന്ന് പറഞ്ഞാൽ പ്രോബബിൾ മാക്സിമം ഫ്ലഡ്, അത് ഫിക്സ് ചെയ്താൽ ഇന്നത്തെ ഡാമിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ മാറ്റേണ്ടി വരും. അതിന്റെ ഉയരം കൂട്ടേണ്ടി വരും, വിഡ്ത്ത് കൂട്ടേണ്ടി വരും, മൊത്തത്തിൽ സ്ട്രെങ്ത് തന്നെ മാറ്റേണ്ടി വരും. അതായത് ടോട്ടൽ ഡീകമ്മീഷൻ നടത്തേണ്ടതായി വരും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് വിത്ത് എവിഡൻസ് സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇങ്ങനെയുള്ള ഒരു തീവ്രമായ നിലപാടെടുത്തത്. കാരണം ഇതുവരെയുള്ള 4 കോടി ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഡാമിൽ നടത്തിയ എക്സാമിനേഷൻസ് എല്ലാം ഫേക്കാണ്, മാനിപ്പുലേറ്റഡ് ആണ്, അൺസയന്റിഫിക് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി എക്സാമിനേഷൻ നടത്താൻ പറയുമോ? ഇനി എക്സാമിനേഷൻ ഒന്നും വേണ്ട. പല ഡാമുകളും ലോകത്ത് പലയിടത്തുമൊക്കെ 100-200 വർഷമൊക്കെ ഉള്ള ഡാംസ് ഉണ്ടാവും. പക്ഷെ ഈ ഭൂമിശാസ്ത്രത്തിലല്ലല്ലോ. ഈ കേരളത്തിന്റെ ഇപ്പം പെനീക്കുക്ക് ഒരു ഡാം പണിതാൽ ഈ ഡാം നിൽക്കുന്നിടത്ത് ഒരിക്കലും പണിയില്ല. അതത്ര വൈബിൾ അല്ല ആ സ്ഥലം വൈബിൾ അല്ല. ഇപ്പൊ സയൻസ് കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ വൈബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമേ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഭൂമിശാസ്ത്രം അനുസരിച്ച്, നമ്മുടെ ആ കാടിന്റെ അവസ്ഥ അനുസരിച്ച്, മലകളുടെ അവസ്ഥ അനുസരിച്ച് ഈ ഡാമെന്നല്ല ഒരു ഡാമും, കേരളത്തിലെ ഒരു ഡാമും ഈ പറഞ്ഞ പോലെ 200, 200, 300, 500 കൊല്ലവും നിൽക്കത്തില്ല. കാരണം അങ്ങനെയാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി. ഒരു സൈഡിൽ വെസ്റ്റേൺ ഗട്ട്സും മറു സൈഡിൽ അറേബ്യൻ സീയും, അതിന്റെ അടുത്ത് കുന്നും മലകളുമായും പാടശേഖരങ്ങളുമായും ഒരു ചെറിയ പ്രദേശം. വളരെ വൾണറബിളാണ് ഈ പ്രദേശം. അവിടെയാണ് 84 ഡാംസ് ഉണ്ടാക്കി വെച്ചിട്ട് ഭൂമിയുടെ അടിത്തറ തകർത്ത്. ഒരു ഡാം എന്ന് പറഞ്ഞാൽ തന്നെ മഞ്ജുഷിന് മനസ്സിലായോ? ഈ മുല്ലപ്പെരിയാർ ഡാം 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാണ് വെള്ളത്തിനടിയിലാക്കിയിരിക്കുന്നത്. ഇടുക്കി 65 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ഫോറസ്റ്റ് വെള്ളത്തിനടിയിലാക്കിയിരിക്കുന്നു. ഇത്രയും വെള്ളം കെട്ടി നിർത്തിയാൽ ഒരു വലിയ പ്രഷർ താഴേക്കുണ്ട്. ഈ പ്രഷർ കൊണ്ട് ഭൂമിയുടെ അടിയിലുള്ള
റോക്സിന്റെ പ്ലേറ്റ്സ്, ആ റോക്സിന്റെ പ്ലേറ്റ്സ് തെന്നി മാറി തമിഴ്നാട് വരെ പോയിട്ടുണ്ട്. അവിടെയെല്ലാം വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ 84 ഡാംസിന്റെ അടിയിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ ഡാമിന്റെ അടിയിലൊക്കെ അവിടെ ജീവിക്കുന്നത്? നമ്മുടെ ഓരോ ഡാംസും 1 by 1 ആയിട്ട് ഡീകമ്മീഷൻ ചെയ്യണം. ഫസ്റ്റ് മുല്ലപ്പെരിയാർ ഡാം, സെക്കൻഡ് ഇടുക്കി ഡാം. ഇവിടെ ഡാംസേ വേണ്ടത്. എന്ത് കാര്യത്തിനാണ് ഇവിടെ? ഒന്നാമത് കൃഷിയില്ല, സാധിക്കുന്നില്ല. സേനാപതി വേണു നേരത്തെ ശ്രീ റസൽ ജോയ് പറഞ്ഞ കാര്യം തന്ത്രപരമായി തന്നെയാണ് തമിഴ്നാട് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. വിജയ് അധികാരമേറ്റതിന് ശേഷം മുൻ തമിഴ്നാട് സർക്കാരുകളും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ അതിവൈകാരികം തന്നെയായിരുന്നു. അവരുടെ ജനതയെ വൈകാരികമായി തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുക, മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലനിർത്തിക്കൊണ്ട് പോവുകയായിരുന്നു തമിഴ്നാട് സർക്കാരുകൾ ചെയ്തിരുന്നത്. ഇവിടെയും ഇപ്പോൾ അതേ ഉദാഹരണം വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ സമ്മർദ്ദം പോലും പ്രയോഗിക്കാവുന്ന ഒരു സമയമാണല്ലോ കോൺഗ്രസിന്, പ്രത്യേകിച്ച് വിജയ് സർക്കാരിന് മേൽ. പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ വേണം, രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. അതിന് വി ഡി സതീശൻ സർക്കാർ തയ്യാറാകുമോ ഇല്ലയോ? കഴിഞ്ഞ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, സ്റ്റാലിനുമായിട്ട് നേരിട്ട് ചർച്ച നടത്താൻ പോവുകയാണ്, മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പോവുകയാണ് എന്നുള്ള ശ്രുതി ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അല്ല, ബഹുമാന്യായ കേരളത്തിന്റെ ജലവകുപ്പ് മന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ ഇക്കാര്യം. മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചകൾ ഉടനടി ഉണ്ടാകും. കേരളത്തിന്റെ ആശങ്ക തമിഴ്നാടിനെ അറിയിക്കും. അതോടൊപ്പം തന്നെ ശ്രീ ജോ ഇവിടെ പറഞ്ഞതും റസൽ പറഞ്ഞതും, അതായത് ഇപ്പൊ തമിഴ്നാട്ടിൽ ധാരാളം മഴ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് ഈ മുല്ലപ്പെരിയാറിലെ ജലം എന്ന് പറയുന്നത് അങ്ങനെ എക്സ്ക്ലൂസീവായിട്ട് അതിന്റെ മാത്രം ആവശ്യമില്ല. അത് പഴയതുപോലെ അതിന്റെ ഉപയോഗമിട്ടില്ലതാനും ചില ഘട്ടങ്ങളിൽ ഒഴിച്ച്. പണ്ട് ഇത് സമ്പൂർണ്ണമായി 5 ജില്ലയിൽ കൃഷിക്ക് ഇത് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അതുപോലെയല്ല. അവർക്ക് ധാരാളം മഴ ലഭിക്കുന്നു. അത് തന്നെയല്ല, അവരുടെ സ്റ്റോറേജ് കപ്പാസിറ്റി ഇപ്പം ഇവിടെ സൂചിപ്പിച്ച പോലെ വൈഗ ഡാം 76 അടി ഉയരം മാത്രമേ ഉള്ളത്. ഡാമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ആ പരിസരത്തുള്ള ചെറുതും വലുതുമായി തടയണ പോലുള്ള പ്രദേശങ്ങളിലാണ് ഈ വെള്ളം ഇവർ കൊണ്ടുപോയി സൂക്ഷിക്കുന്നത്. അപ്പോൾ അവർക്ക് സൂക്ഷിക്കാൻ പറ്റാത്ത നിലയിൽ തമിഴ്നാട്ടിൽ മഴ ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്ത് ആവശ്യത്തിലാണ് കേരളത്തിൽ ഇത് ഇത്രയും ഉയരത്തിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തണം എന്നുള്ള അവരുടെ ആവശ്യം? അതേതായാലും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മുൻകൈ എടുക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ആശങ്കയെ അറിയിക്കും. സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ നടക്കണം. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഈ കേസ് നിൽക്കുന്നു. കേന്ദ്ര ജല കമ്മീഷൻ ഇപ്പോൾ പരിശോധന നടത്താതെ ഇത് പൊളിക്കണം, ഇടുക്കി ഡാം പൊളിക്കണം, അതൊക്കെ നമുക്ക് പറയാം. പക്ഷേ അതിൻ്റെ ഒരു പ്രായോഗികമായ ഒരു പ്രശ്നങ്ങൾ, ഇപ്പം നമ്മൾ ഈ ഡാം ഡിക്കമ്മീഷൻ എന്ന ഒരു വാദഗതിയിലേക്ക് പോകുമ്പോൾ തമിഴ്നാടിൻ്റെ ഒരു കൺസെൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ അവരുമായി ഈ കാര്യത്തിൽ ഒരു അനുരഞ്ജനത്തിലെത്താതെ എന്തെങ്കിലും ഒരു കൃത്യം നമുക്ക് കേരളത്തിൽ ചെയ്യാനായിട്ട് പറ്റുമോ? ഒരു ഫെഡറൽ സംവിധാനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ പറ്റത്തില്ല. നിയമത്തിന് വിധേയമായി നിന്നുകൊണ്ട് സുപ്രീം കോടതിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ഇപ്പോഴത്തെ മുല്ലപ്പെരിയാറിന്റെ ഡാമിന്റെ താഴെ ഏതാണ്ട് 1300 അടി താഴെ ഭാഗത്തായിട്ട് പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി അതിന്റെ പദ്ധതികളും സ്ഥലമൊക്കെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. കാരണം എന്താ? അത് വളരെ വൈകാരികമായ ഒരു വിഷയമായതുകൊണ്ട്, ഇക്കാര്യത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അത് വലുതായതുകൊണ്ട് ഗവൺമെന്റിന് അങ്ങനെ പെട്ടെന്ന് ഈ കാര്യത്തിൽ ചാടിക്കയറി നമ്മൾ നാളെ ഡാം ഡീകമ്മീഷൻ ചെയ്യും അല്ലെങ്കിൽ ഇത് പൊളിക്കും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഈ കാര്യത്തിൽ ഏതായാലും ഇത് ത്രികക്ഷി ചർച്ചകൾ, കേന്ദ്ര ഗവൺമെന്റും അതോടൊപ്പം തന്നെ 2 സംസ്ഥാന ഗവൺമെന്റുകളും ഇപ്പോൾ അനുകൂലമായ ഒരു സാഹചര്യമാണ്. കാരണം TVKയുടെ മുന്നണിയിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ ഞങ്ങളുടെ 2 മന്ത്രിമാരും അവിടെ ഉണ്ട് എന്നുള്ള നിലയിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്താനുള്ള അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്നിരിക്കെ വൈകാരികമായി നമുക്ക് ഈ കാര്യത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും അങ്ങനെ പറ്റുമായിരുന്നു. കാരണം DMK അധികാരത്തിലിരുന്ന സമയത്തും ഇത് തന്നെയായിരുന്നു രാഷ്ട്രീയ സ്ഥിതി. പക്ഷെ അന്ന് നടന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് തമിഴ്നാട് ഒരിക്കലും ഈ കാര്യത്തിൽ ഒരു തുറന്ന സമീപനം സ്വീകരിച്ചിട്ടില്ലല്ലോ. കാരണം അവരെ സംബന്ധിച്ച് അഡമന്റ് ആയിട്ടുള്ള ഒരൊറ്റ സ്റ്റാൻഡ് എന്താ? ഇപ്പൊ വൈക്കോ മുമ്പ് പറയായിരുന്നു ഡാം 1000 ആണ്ട് കഴിഞ്ഞാലും ഡാം ഉടയാതെ. അതാണ് വൈക്കോയുടെ നിലപാട്. 1000 വർഷം കഴിഞ്ഞാലും ഡാം പോകത്തില്ല. അതുകൊണ്ട് ഇതിന് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പം നമ്മുടെ ഒരു നിലപാട് നമ്മൾ വളരെ സുവ്യക്തമായിട്ട് കേരളത്തിന്റെ നിലപാട് പറഞ്ഞല്ലോ. എന്താ? പുതിയ ഡാം അവിടെ വേണം. കാരണം 130 വർഷം പഴക്കമായ ഈ ഗ്രാവിറ്റി ഡാം ഇനി ഇത് എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളത് കാര്യം. ഇപ്പൊ തമിഴ്നാട് പറയുന്നത് എന്താണ്? അവര് ഒരുപാട് റിനോവേഷൻ ഇതിൻ്റെ അകത്ത് നടത്തിയിരുന്നു. കേബിൾ ആങ്കറിങ്, അതുപോലെ തന്നെ ഡാമിന്റെ ചുവട് മുതൽ മുകൾ വരെ. ഞാൻ ആ ഡാം സന്ദർശിക്കാൻ എനിക്കൊരിക്കലും അവസരം കിട്ടിയിട്ടുള്ള പോയതാണ്. കൗതുകരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ വാഴയ്ക്കൊക്കെ മുട്ടുകൊടുക്കുന്നത് പോലെ ഇതിന്റെ മേളിൽ നിന്ന് സൈഡിലേക്ക് ഫ്രണ്ടില് ഈ സിമെന്റിന്റെ ഒരു കോൺക്രീറ്റ് പാളി
അത് താഴെ എത്ര അടിയാണെന്ന് നമുക്ക് കാണത്തില്ല. ഒരു പാളി ഇതിനകത്ത്, ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഏറ്റവും ലളിതമായ ഉദാഹരണം, വാഴയ്ക്ക് മുട്ട് കൊടുക്കുന്ന പോലെ ഇങ്ങനെ ചാരി നിൽക്കുന്ന ഒരു കോൺക്രീറ്റ് പാളി പുതിയതായിട്ട് അവിടെ കൺസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ 96 കേബിൾ ആങ്കറിങ്. അപ്പോൾ അവിടുത്തെ ചീഫ് എഞ്ചിനീയർ, ഞാൻ ബഹുമാന്യായ അന്നത്തെ സ്പീക്കർ കാർത്തികൻ സാറിനോടൊപ്പമാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഇതൊക്കെ ബ്രീഫ് ചെയ്ത് കാണിക്കും. ഇതൊക്കെ കാണിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ആശങ്ക എന്താ? അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ അങ്ങനെയാണ് അതിൻ്റെ ഒരു വിശദാംശം. 146 അടിയാണ് ഇതിൻ്റെ താഴത്തെ വീതി. അതിങ്ങനെ വന്ന് ഗോപുരം പോലെ മുകളിലെത്തുമ്പോഴത്തേക്കും 12 അടി. അപ്പോൾ അവർ പറയുന്നത് ഗ്രാവിറ്റിയിൽ ഇത്രയും താഴെ, മണ്ണിനടിയിലേക്ക് 25 അടി താഴെ എന്ന് പറഞ്ഞാൽ പാറയിൽ നിന്നാണ് അവിടെ കെട്ടിക്കേറിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇതൊക്കെ പോവില്ല എന്ന് അവർ നമ്മളോട് പറയുന്നു. അതൊക്കെ നമ്മളെ സമാശ്വസിപ്പിക്കാനാണ്. കാരണം ഇത്രയും പഴക്കമുള്ള ഒരു ഡാം അത് നിലനിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നിലനിന്നു. അത് തന്നെയാണ് തമിഴ്നാടിന്റെ അവകാശവാദം. അത് മാത്രമല്ല, ബലപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഈ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് തമിഴ്നാടിന് ഈ വിഷയത്തിൽ താല്പര്യമില്ലല്ലോ ശ്രീ സേനാപതി വേണു. നിയമ പോരാട്ടം നടത്തുന്നു, അത് ശരിയാണ്. പക്ഷെ രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ നേരിട്ടുള്ള ചർച്ചകൾ അത് തമിഴ്നാട് ഈ സർക്കാരിന്റെ കാലത്ത് സമ്മതിക്കുമെന്ന് താങ്കൾക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? അത് അതിവൈകാരിക വിഷയമാണ് തമിഴ്നാട്ടിൽ. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ പാർലമെന്റ് മന്ദിരം ഇതിനാ പുതിയതായിട്ട് നമ്മൾ പണിതത്. പാർലമെന്റ് മന്ദിരം എന്ന് പറഞ്ഞാൽ അത് കാലപ്പഴക്കമായി, അത് മാറണം എന്നുള്ള. ഇത് വെള്ളത്തിനകത്തിരിക്കുന്ന ഒരു നിർമ്മിതി ആയതുകൊണ്ട് നേരിട്ടുള്ളൊരു ചർച്ച വന്നു കഴിയുമ്പോൾ തമിഴ്നാട് സ്വാഭാവികമായിട്ടും അവർക്ക് അത് അംഗീകരിക്കേണ്ടി വരും, സമ്മതിക്കേണ്ടി വരും. എങ്ങനെ സമ്മതിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്? തമിഴ്നാട്ടിൽ വൈകാരികമായ ഒരു വിഷയമാണിത്. അവിടെയും രാഷ്ട്രീയമാണല്ലോ പ്രതിഫലിക്കുന്നത്, വോട്ടാണല്ലോ ആത്യന്തികമായിട്ട് വരുന്നത്. അതുകൊണ്ട് TVK എങ്ങനെ സമ്മതിക്കാൻ പറ്റും വിജയുടെ പാർട്ടിക്ക് മുല്ലപ്പെരിയാർ ഡാം അത് ഡീകമ്മീഷൻ ചെയ്തോട്ടെ, പകരം ഡാം കേരളം പണിതോട്ടെ എന്ന്? അല്ല, TVK സമ്മതിക്കില്ല. നാളെ DMK വന്നാലും അണ്ണാ DMK വന്നാലും ഇനി അവിടെ BJP ആണ് വരുന്നതെങ്കിലും അവർ ഡാം ഡീകമ്മീഷൻ ചെയ്യുമെന്ന് അവർ സമ്മതിക്കുകയില്ല. അങ്ങനെ സമ്മതിച്ചാൽ തമിഴ്നാട്ടിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ വിധിയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന ശക്തമായ ഒരു തീരുമാനത്തിന്റെയോ പിൻബലത്തിൽ മാത്രമേ ഡീകമ്മീഷൻ നമ്മുടെ മുമ്പിൽ സാധ്യമാണ്. ഒരു കാര്യമുണ്ട്, ഇപ്പോൾ റസൽ ജോയ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ സേനാപതി വേണു, അത് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കൊടുത്ത ഹർജിയെ കുറിച്ചാണ്. അതിൽ ഡീകമ്മീഷൻ ചെയ്യാതിരിക്കുന്നതിനുള്ള കാരണം ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അത് ബോധിപ്പിച്ചിട്ടില്ല എന്നാണ്. 10 മാസമായി. ഞാൻ ഈ റസൽ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിപ്രായം തേടിയിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിന്റെ സാങ്കേതിക വശവും പഠിച്ചില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഹർജിയിലെ ഇന്ററിയം ഉത്തരവ്, ഇടക്കാല ഉത്തരവ് എന്താണ് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒരു ഉത്തരവ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും അത് സംസ്ഥാന ഗവൺമെന്റ് അതിന് പിന്തുണ കൊടുക്കുമെന്ന് മാത്രമല്ല അതിന്റെ തുടർ നടപടികൾക്കായി എല്ലാ സഹായങ്ങളും സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് എളുപ്പം സംഭവിക്കുന്നൊന്നും അല്ലെന്നാണ് ഡോക്ടർ ജോ ജോസഫ് പറഞ്ഞത്. കാരണം ഒരു പരിശോധന ഇല്ലാതെ ഇങ്ങനെയൊരു ഹർജി വന്നു, അതിൽ സംസ്ഥാന സർക്കാരുകൾ, 2 സർക്കാരുകളും ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു എന്ന് വെച്ച് കോടതി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നാണ് പരിശോധന ഇല്ലാതെ. റസൽ പറയുന്നു പക്ഷേ ഉടൻ ഡീകമ്മീഷൻ ചെയ്യാനുള്ള ഉത്തരവ് വരുമെന്നാണല്ലോ. അല്ല, അത് ഒരിക്കലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. താങ്കൾക്ക് അത്രമാത്രം ആത്മവിശ്വാസം ഈ വിഷയത്തിലുള്ളത്? അല്ല, അത്ര ലാഘവത്തോടു കൂടി തമിഴ്നാട് ഈ വിഷയം കൈകാര്യം ചെയ്യുമായിരുന്നെങ്കിൽ എത്രയോ അവസരങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. കേരളം മാത്രമല്ല, അങ്ങനെ നോട്ടീസ് അയക്കുമ്പോൾ 2 സർക്കാരുകൾക്കുമാണല്ലോ നോട്ടീസ്. കേരളം പറയും ഡീകമ്മീഷൻ ചെയ്യണമെന്ന്, പക്ഷെ തമിഴ്നാട് പറയും ഡീകമ്മീഷൻ ചെയ്യേണ്ടെന്ന്. അല്ല, എന്നോടാണോ? അല്ല റസൽ അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം അതിനകത്തുണ്ടല്ലോ റസൽ. കോടതി ഇപ്പോൾ വൈകാരികമായി പറയുന്നു എന്ന് പറയുന്നു. ആരാ ഇവിടെ വൈകാരികമായിട്ട് പറയുന്നത്? തമിഴ്നാടല്ലേ. ശരിക്കും വൈകാരികമായിട്ട് പറയേണ്ടത് കേരള അല്ലേ? നമ്മുടെ അല്ലേ 4 കോടി ജനങ്ങൾ ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത്. നമ്മളാണ് വൈകാരികമായിട്ട് പറയേണ്ടത്. ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും മറന്നു പോകുന്നു. ഒരാളുടെ ജീവന്, ഒരാൾക്ക് ഭീതി കൂടാതെ ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഒരാൾക്ക്. അതിനുവേണ്ടി ഇന്ത്യയുടെ സമസ്ത സംവിധാനങ്ങളും അയാളുടെ കൂടെ നിൽക്കും. ജുഡീഷ്യറി നിൽക്കും, എക്സിക്യൂട്ടീവ് നിൽക്കും, ലെജിസ്ലേച്ചർ നിൽക്കും, ആർമി നിൽക്കും, നേവി നിൽക്കും, എയർഫോഴ്സ് നിൽക്കും, ഒരാൾക്ക് വേണ്ടി. അപ്പം 4 കോടി ജനങ്ങൾക്ക് ഭീതി ഉണ്ടാകുന്ന ഒരു കാര്യം ഇത് സിമ്പിളായിട്ട് പരിഹരിച്ചുകൂടെ? ഇനിയിപ്പം ഒരു ഡാമ കൺസ്ട്രക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ശ്രീ സേനാപതി രാജു MLA ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 1300 അടി താഴെ പണിയാവുന്നതേ ഉള്ളൂ. എത്ര കോടി വരും? 3000 കോടി. 3000 കോടിക്ക്
പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം കേരളത്തിലെ ജനങ്ങൾക്കാണ് വൈകാരികമാവേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് നമ്മുടെ സുരക്ഷ. കേരളവും തമിഴ്നാടും ഒക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിയിലാണ്. മനസ്സിലായോ? നമ്മൾ ഇത്രയും പേരുടെ സുരക്ഷ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജുഡീഷ്യറിയുടെ അധികാരത്തിൽ വരുന്നതും സംരക്ഷിക്കപ്പെടേണ്ടതുമായ കാര്യമാണ്. അതിന് ആരുടെയും കാല് പിടിക്കാൻ നടക്കേണ്ട. ശ്രീ വിജയ് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടല്ലേ മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏറ്റെടുത്തത് അല്ലേ? ആ കോൺസ്റ്റിറ്റ്യൂഷൻ വിജയ്ക്കും മേലെയാണ്, തമിഴ്നാട് സർക്കാരിനും മേലെയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷന് ഈ നാട്ടിലെ ജനങ്ങളെ 4 കോടി ജനങ്ങളുടെ പ്രൊട്ടക്ഷന് ഉത്തരവാദിത്തമുണ്ട്. അതാണ് നമ്മൾ പറയേണ്ടത്. അല്ലാണ്ട് എന്ന് ഇതിൽ വൈകാരികത ഉള്ളത്? 3000 കോടിക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയം വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന വിഡ്ഢികളാണ് നമ്മൾ. ചർച്ചയൊക്കെ ഇവിടെ അവസാനിപ്പിക്കണം. സുപ്രീം കോടതിയിൽ വന്നിട്ട് ജനങ്ങൾ പറയേണ്ടത് ഇതാണ്. എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ കാണിച്ചു തരാം ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ, റൂൾ ഓഫ് ലോ ഉണ്ടോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായോ? ഇവിടുത്തെ റൂൾ ഓഫ് ലോയും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ എല്ലാത്തിൻ്റെയും മേലെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് അറ്റ്ലീസ്റ്റ് സംസ്ഥാന ഗവൺമെന്റ്, തമിഴ്നാട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഈവൻ സെൻട്രൽ ഗവൺമെന്റ് പോലും സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കേരള ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എൻ്റെ ഗവൺമെന്റ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ വലിയ വിഷമമുണ്ട്. ഇവിടെ തന്നെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെയും KSEBിയിലെയും ഉന്നത ഓഫീസർമാര്, ചീഫ് എഞ്ചിനീയേഴ്സ് അടക്കമുള്ള, ചീഫ് എഞ്ചിനീയർ പോട്ടെ, ഉന്നത ഒഫീഷ്യൽസ് തമിഴ്നാട് പക്ഷത്തുണ്ട്. ഞാൻ അനുഭവിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കണം, ഇവിടെ തമിഴ്നാട് പക്ഷപാതികളായ രാഷ്ട്രീയക്കാരുണ്ട്, തമിഴ്നാട് പക്ഷപാതികളായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എല്ലാവരെയും സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഒരു തീരുമാനം എല്ലാവരുടെ കാര്യത്തിലും ഉണ്ടാവും. ആരും രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയൊന്നും വേണ്ട. പക്ഷെ എനിക്കതല്ല ഉദ്ദേശം. എനിക്ക് ആളുകളെ മര്യാദ പഠിപ്പിക്കലോ അഴിമതക്കാരെ നേരെയാക്കലോ ഒന്നും അല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം ലിമിറ്റഡാണ്. ജീവൻ മാത്രം. കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ മാത്രം. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒരു എയിമുമില്ല, ഒരു താല്പര്യങ്ങളും ഇല്ല. ഞാൻ വെറും ഒരു വക്കീൽ മാത്രമാണ്. വക്കീലായിട്ട് തന്നെ ജീവിച്ച് മരിച്ചോളാം. വേറെ ആവശ്യങ്ങളൊന്നുമില്ല. ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ജീവൻ. അപ്പോൾ താങ്കൾക്ക് പിന്തുണ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. കേരള സർക്കാരിന്റെ പിന്തുണ കിട്ടുന്നില്ല വേണ്ടത്ര രീതിയിൽ. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. നിയമ സംവിധാനം മുഴുവനും മുല്ലപ്പെരിയാറിന് വേണ്ടി നിലകൊള്ളുകയാണ്. അവിടെ മുല്ലപ്പെരിയാർ ചെയ്യാതിരിക്കാൻ അങ്ങനെ പറഞ്ഞില്ല. കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടല്ലേ ഇപ്പൊ ഇവിടെ വന്നിരുന്ന് സംസാരിക്കണേ. പക്ഷെ അത് പ്രായോഗിക തലത്തിലേക്ക് വന്നിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയും ഒരു ഉറപ്പല്ലേ നൽകിയിട്ടുള്ളൂ. ഇന്ന് മോൻസ് ജോസഫ് ജലവിഭവ മന്ത്രിയും ഒരു ഉറപ്പല്ലേ നൽകിയിട്ടുള്ളൂ. അല്ലാതെ അത് പ്രായോഗിക തലത്തിലേക്ക് സമയമെടുക്കും. അതിനെന്തായാലും അല്ല സമയമായി എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ ഡാം പൊട്ടിത്തകർന്ന് ഈ നാട് നശിക്കാനുള്ള സമയമായി, അല്ലെങ്കിൽ പരിഹാരം കാണേണ്ട സമയമായി. ഇനി ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒന്നിനും ഒരു പ്രസക്തിയോ ടൈമോ ഇല്ല. അപ്പൊ ഇനി ഒരു ഇമ്മീഡിയറ്റ് പരിഹാരം എന്നല്ലാതെ ഇനിയിപ്പോ ഡാം പരിശോധിക്കാൻ നടക്കണോ? ഇതുവരെയുള്ള എല്ലാ പരിശോധനകളും ഫേക്കാണെന്ന് ഞാൻ സുപ്രീം കോടതിയിൽ തെളിവ് സഹിതം പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയും പരിശോധിക്കാൻ നടക്കണം. പക്ഷേ താങ്കൾ ഈ പരിശോധനയ്ക്കൊപ്പമാണല്ലോ. ഇതുവരെ നടത്തിയ പരിശോധനകൾ ഫേക്കാണ് എന്ന് റസൽ ജോയ് പറയുന്നു. പക്ഷെ താങ്കൾ ഇപ്പോഴും പരിശോധന ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ള അഭിപ്രായക്കാരനാണല്ലോ. അതുപോലെ താങ്കൾ തുറന്നു പറയാൻ മടിക്കുകയാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് വേണ്ടത്ര സഹായം കിട്ടുന്നില്ല എന്ന്. താങ്കൾ പറയുന്നുണ്ട് കിട്ടുന്നുണ്ട് അല്ലേ? ആ രീതിയിലാണ് താങ്കൾ സംസാരിക്കുന്നത്. കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഇതിൻ്റെ അകത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന TK ജോസ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സപ്പോർട്ടീവായിട്ടൊരാളായിരുന്നു. പിന്നെ വേണു, അദ്ദേഹം വളരെ സപ്പോർട്ടീവായിരുന്നു. പിന്നെ പ്രണവ് ജോയ്, അദ്ദേഹവും സപ്പോർട്ടീവായിരുന്നു. പിന്നെയും വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഇറിഗേഷൻ സെക്രട്ടറിമാരുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ ഒരു 2 വർഷം കഴിഞ്ഞ സർക്കാരിൻ്റെ 25-26 എനിക്ക് കാര്യമായിട്ടുള്ള സപ്പോർട്ട്, കുറച്ചുകൂടെ സപ്പോർട്ട് തരാമായിരുന്നു എനിക്കൊരു ചിന്തയുണ്ട്. ഇപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു സപ്പോർട്ടിൻ്റെ ഇപ്പം ആ സപ്പോർട്ടിനെ ഒരു ആവശ്യകത ഉണ്ടെന്ന് ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്കത് ബന്ധപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവർ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. പിന്നെ ഈ ഡാമിൻ്റെ പരിശോധനയെക്കുറിച്ച് ഞാൻ പറയാനൊരു കാര്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു രോഗിയെ പിന്നെ ബൈപ്പാസ് ചെയ്യണം. ഈ ബൈപ്പാസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവന് നെഞ്ചുവേദന ഉണ്ടെന്ന് പറഞ്ഞ് ബൈപ്പാസ് ചെയ്യാൻ പറ്റിയല്ല.
അല്ലെങ്കിൽ 90 വയസ്സായെന്ന് പറഞ്ഞാൽ ബൈപ്പാസ് ചെയ്യാൻ പറ്റിയല്ല. അതിനുള്ള ടെസ്റ്റുകളുണ്ട്, ECG ഉണ്ട്, ആൻജിയോഗ്രാം ഉണ്ട്. അതിലെല്ലാം കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഡാമിന് കുഴപ്പമുണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റിയാൽ മാത്രമേ അത് ഡീകമ്മീഷൻ ചെയ്യുള്ളൂ എന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ് എനിക്കുള്ളത്. അല്ലാതെ സുപ്രീം കോടതിക്ക് അവിടെ കിട്ടുന്ന അവരുടെ മുമ്പിൽ വരുന്ന തെളിവുകൾ അനുസരിച്ച് അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം സുപ്രീം കോടതിയുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് 2010 നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, ഒരു ഇൻസ്പെക്ഷനാണ്, കോംപ്രിഹെൻസീവ് ഇൻവെസ്റ്റിഗേഷൻ. ആ കോംപ്രിഹെൻസീവ് ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ച് ഈ ഡാം സേഫാണ്. അതുകൊണ്ട് സുപ്രീം കോടതി വേറെ കൂടുതൽ പരിശോധനകളില്ലാതെ ഇതങ്ങ് ഡീകമ്മീഷൻ ചെയ്യുമെന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അങ്ങനെ പറയുമെങ്കിൽ ഞാനത് സ്വാഗതം ചെയ്യും. ശരി റസൽ, പ്രായോഗിക തലത്തിൽ ഇതാണ് നടക്കുന്നത്. സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് 2010 ഈ റിപ്പോർട്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 240 ഭൂകമ്പങ്ങൾ ഈ നാട്ടിലുണ്ടായി. ഇനിയിപ്പോ പരിശോധന നടത്തി ഇത് വലിയ സ്ട്രെങ്ത് ഉള്ള ഒരു ഡാമാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭൂകമ്പം വന്നാൽ തീർന്നില്ലേ? അപ്പൊ സുപ്രീം കോടതി രണ്ട് കാര്യങ്ങളാണ് പരിഗണിച്ചിട്ടുള്ളൂ. ഒന്ന് ഡാമിന്റെ പഴക്കം, 2 ഭൂകമ്പ സാധ്യത, മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ പുതിയൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വലിയ ചിലവൊന്നുമില്ല. കോടതി ഓപ്പൺ കോടതിയിൽ ചോദിച്ചത് ഇതാണ്, ഒരു പഴയ ഡാം മാറ്റി ഒരു പുതിയ ഡാം പണിതതിന് എന്താ കുഴപ്പമെന്നാ ചോദിച്ചത്. ഇവിടുത്തെ സാധാരണ ജനങ്ങളും ഇതല്ലേ ചോദിക്കണേ. ഒരു പഴയ ഡാം മാറ്റി, നമ്മളൊരു പഴയ കാറാണെങ്കിൽ അത് പരിശോധിക്കാൻ നിൽക്കേണ്ട കാര്യം എന്താ? അത് ഡിസ്പോസ് ചെയ്തിട്ട് ഒരു പുതിയ കാറ് മേടിക്കുക, ഒരു പഴയ വീട് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയൊരു വീട് പണിയുക. എല്ലാം അങ്ങനെയല്ലേ ഈ ലോകത്തെ ക്രമം, അങ്ങനെയല്ലേ? ഒരു പഴയ ഡാം മാത്രം ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? പഴയ ഡാം മാറ്റി ഒരു 3000 കോടി മുടക്കി പുതിയ ഒരെണ്ണം പണിയുക, പ്രശ്നം തീർന്നില്ലേ? അല്ലെങ്കിൽ എത്രയോ സൊല്യൂഷൻസ് ഉണ്ട്. ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കാം, കക്കി ഡാമിൽ നിന്ന് കൊടുക്കാം, കൂടുതൽ വെള്ളം കിട്ടും കക്കി ഡാമിൽ. കക്കി ഡാം എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് വെച്ചാൽ ആര് അംഗീകരിക്കും? തമിഴ്നാട് അംഗീകരിക്കുമോ ഇത്? തമിഴ്നാട് ഉടൻ ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് ഓടും. അപ്പോൾ അവിടെ തടസ്സ ഹർജി വരും, അവിടെ സ്റ്റേ വരും. ഇത് കോടതിയുടെ അനുമതി ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? ശരിയാണ്, പക്ഷെ അത് കോടതിയിലേക്ക് പോയ ഒരു കാര്യം കോടതിയുടെ അനുമതി ഇല്ലാതെ ചെയ്യാൻ പറ്റും. അതിലൊരു ഉത്തരവ് വരണ്ടേ? അതെ, അതുകൊണ്ടാണ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. കോടതിയിൽ കേസ് കൊടുത്തത് അനുമതി കിട്ടും എന്ന് വിചാരിച്ച് സകല തെളിവുകളോടും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അത് അനുമതി കിട്ടുക തന്നെ ചെയ്യും. അത് എത്രയും വേഗം കിട്ടുന്നതിനാണ് കേരള സർക്കാരിന്റെ സപ്പോർട്ട് ഞാൻ തേടുന്നത്. ഈ ന്യൂസ് 18 ചാനലിനെ കാണുന്ന ആൾക്കാരെല്ലാം മുഖ്യമന്ത്രിക്കും ഇറിഗേഷൻ മിനിസ്റ്റർക്കും മെയിൽ അയക്കണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ കേസിനെ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ സപ്പോർട്ട് ചെയ്യും. നാണക്കേടാണ് അങ്ങനെ ഒരു മെയിൽ ജനങ്ങളുടെ അടുത്തുനിന്ന് മുഖ്യമന്ത്രിക്കും ഇറിഗേഷൻ മിനിസ്റ്റർക്കും വരുന്നത് ഒരു നാണക്കേടാണ്. എങ്കിൽ പോലും ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്ന നിലയിൽ കേരള സർക്കാർ സപ്പോർട്ട് ചെയ്ത് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കട്ടെ. ഉടുമ്പൻചോല MLA എന്ന രീതിയിൽ ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം ഒഴുകിയെത്തുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങളുടെ പ്രതിനിധി എന്ന രീതിയിൽ ശ്രീ സേനാപതി വേണു, താങ്കൾക്ക് മുഴുവൻ സപ്പോർട്ടും കൊടുക്കാൻ പറ്റുമല്ലോ അഡ്വക്കേറ്റ് റസൽ ജോയിക്ക്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയിലും ജലവിഭവ മന്ത്രിയിലും ഒക്കെ സമ്മർദ്ദം ചെലുത്തുവാനും താങ്കൾക്ക് കഴിയും. അല്ല, ശ്രീ റസൽ പറഞ്ഞല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രിയെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ജലവിഭവ മന്ത്രിയെ കാണുന്നതിനുള്ള തയ്യാറെടുപ്പിലുമാണ്. അദ്ദേഹത്തിൻ്റെ നിയമ പോരാട്ടത്തിന് സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കാരണം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന കോടതി ഇടക്കാല ഉത്തരവുകൾ, ആ ഉത്തരവുകളൊക്കെ മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽ അദ്ദേഹം പെടുത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പെടുത്തും. പൂർണ്ണമായും ഗവൺമെന്റിന്റെ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സേനാപതി വേണു, ഇത് മുൻപും ചർച്ച ചെയ്ത വിഷയമാണ്. തമിഴ്നാട് പക്ഷപാതികളായ ആളുകൾ ഇവിടെയുണ്ട്, അവരെ സ്കെച്ച് ചെയ്തിട്ടുണ്ടെന്ന് റസൽ ജോയ് പറയുകയാണ്. ഇത് മുൻപും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് കേട്ടോ. ഇതാണ് കേരളത്തിന് പലപ്പോഴും തിരിച്ചടിയാകുന്നത് കോടതികളിൽ. പ്രൈവറ്റ് ആളുകൾക്ക് പോയി, സർക്കാരിനല്ല സ്വകാര്യ വ്യക്തികൾക്ക് പോയി അനുകൂല വിധി സമ്പാദിച്ചു കൊണ്ട് വരേണ്ട ആവശ്യകത വരുന്നതും. അല്ല, ഈ മുമ്പ് നടന്ന കേസുകൾ, ഏറ്റവും ആദ്യം ഈ പെരിയാർ ടൈഗർ റിസർവിന്റെ
സംരക്ഷകർ അവരാണ് ഏറ്റവും ആദ്യം ആയിട്ട് കേസിന് പോയിട്ടുള്ളത്. ഈ സർക്കാർ കേസുമായിട്ട് പോകുന്നത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള കാലഘട്ടത്തിലാണ് ഗവൺമെൻറ് നേരിട്ട് ഒരു കേസുമായിട്ട് പോയിട്ടുള്ളത്. പല ഘട്ടങ്ങളിലും ഇങ്ങനെ മറ്റ് സംഘടനകളോ വ്യക്തികളോ കൊടുക്കുന്ന കേസിൽ സർക്കാരിന് നോട്ടീസ് ലഭിക്കുമ്പോൾ സർക്കാർ കക്ഷി ചേരുകയാണ്. ഇപ്പോൾ സർക്കാർ നേരിട്ട് ഏതായാലും അഫിഡവിറ്റ് ഇക്കാര്യത്തിൽ സമർപ്പിക്കും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വാദഗതികളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ സുപ്രീം കോടതി മുമ്പാകെയും അതുപോലെ തന്നെ കേന്ദ്ര ജല കമ്മീഷൻ മുമ്പാകെയും ഒക്കെ ബോധിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ആ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചകൾ, മുഖ്യമന്ത്രിമാർ തലത്തിലുള്ള ചർച്ചകൾ ഏതാനും ദിവസങ്ങൾക്കകം നടക്കും. കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് സാധ്യമായതെല്ലാം ചെയ്യും എന്ന് ആ ഗവൺമെന്റിൽ പ്രതിനിധിയായ ഒരാളെന്ന നിലയിൽ ഞാൻ ഉറപ്പു. അഡ്വക്കേറ്റ് റസൽ ജോയ്, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി തല ചർച്ച താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? വിജയ് വി.ഡി. സതീശൻ ചർച്ച തീർച്ചയായിട്ടും ഉണ്ട്. അതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കേരള മുഖ്യമന്ത്രിയെ ഞാൻ കണ്ടത്. ഇനി തമിഴ്നാട് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ അവിടുത്തെ കർഷക നേതാക്കൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്രൗണ്ട് ശരിയാക്കി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ കാണാം. പ്രധാനമന്ത്രിക്ക് ഞാനൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ change.org എന്നുള്ള ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെറ്റീഷൻ ഇട്ടതിൽ 20 ലക്ഷത്തിലേറെ ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രധാനമന്ത്രിയുടെ അടുത്ത് ഈസി ആക്സസ് ആണ്. ആ 20 ലക്ഷം പേരുടെ നിവേദനം ഓൾറെഡി സെൻട്രൽ ഇന്റലിജൻസ് നിരീക്ഷിച്ചു വരുന്ന ഒരു സംഭവമാണ്, പ്രധാനമന്ത്രിയുടെ അറിവിലുള്ളതാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഇപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് കാര്യമില്ല. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രൗണ്ട് ശരിയാക്കിയിട്ട് വേണം പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചാൽ ഞാനിരിക്കുന്നത്. പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇടപെടും. നിലവിലുള്ള സാഹചര്യത്തിൽ ഇടപെടാനുള്ള സാധ്യത കുറവാണ്. നമ്മളൊരു ബേസിക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മുല്ലപ്പെരിയാർ ജലനിരപ്പ് വിജയ് സർക്കാർ കേരളത്തെ വെല്ലുവിളിക്കുകയാണോ? അതെ എന്ന് 88% പ്രേക്ഷകരും, അല്ല എന്ന് 8%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.